പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പുണ്യമുണ്ടാക്കുന്ന പാദപീഠത്തിൽ ചേർന്നിരിപ്പാൻ, അവിടുത്തെ തിരുവായിൽ നിന്ന് ഒഴുകി വരുന്ന മധുരവാക്കുകളെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങുവാൻ നമുക്ക് ഭാഗ്യവും കരുതലും സന്ദർഭവും ഒക്കെ ഒരുക്കി തന്ന നല്ലവനായ തമ്പുരാനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് മുൻപ് നാം കേട്ടിരുന്നതിന് തുടർച്ചയാണ്. നാം സംസാരിച്ചും ചിന്തിച്ചും കൊണ്ടിരുന്നത് എപ്രകാരം ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്നാണ്. അതിനുള്ള മനോഹരമായ 2 മറുപടികൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. ഒന്നാമത് ആത്മാവിൽ നാം പ്രാർത്ഥിക്കണം, രണ്ടാമത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, ഉറപ്പോടെ പ്രാർത്ഥിക്കണം, സംശയിക്കാതെ പ്രാർത്ഥിക്കണം. മൂന്നാമതൊരു ചിന്ത ഇന്ന് അതോട് ചേർത്ത് വയ്ക്കുകയാണ്, പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരമാണ്. യേശുമിശിഹാ തൻ്റെ ഗിരിപ്രഭാഷണ മധ്യത്തിൽ തൻ്റെ ചുറ്റുമിരുന്നവരോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനങ്ങളിലാണ് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. ഇത് കോമണായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നു എന്നാണ് മത്തായി ശ്ലീഹ എഴുതുന്നത്. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ മാത്രം വേറിട്ട് കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്ന് മറ്റ് ചില സുവിശേഷകർ എഴുതുന്നുണ്ട്. ഈ 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ മത്തായി ശ്ലീഹ എഴുതുന്നത് കർത്താവ് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു എന്നാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുന്ന ആത്മാവോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന ഒരു ശ്രേഷ്ഠതയേറിയ ചിന്തയാണ് ഈ വേദഭാഗം നമുക്ക് തരുന്നത്. ക്ഷമിക്കുന്ന ആത്മാവോടുകൂടെ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മിൽ അനേകരുടെ പ്രാർത്ഥനയിൽ ഈ ക്ഷമിക്കുന്ന ആത്മാവ് ഇല്ല. ഒരു കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ തമ്മിൽ വലിയ വൈരവും വെറുപ്പും വിദ്വേഷവും പകയുമൊക്കെയായി വർഷങ്ങളോളം കേസുകൾ നടത്തിയും പരസ്പരം മിണ്ടാട്ടമില്ലാതെയും പരസ്പരം പോരടിച്ചും തമ്മിൽ കാണുമ്പോൾ ചീത്ത വിളിച്ചും ഒരു ബന്ധവുമില്ലാതെ മനസ്സുകൊണ്ട് അകന്നും പിരിഞ്ഞും കഴിയുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്നറിയാൻ ഇതുവരെ മനുഷ്യന് മനസ്സായിട്ടില്ല. സ്വയനീതീകരണക്കാരായ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഒരു കാരണവശാലും അവരുടെ ചിന്ത ദൈവം അംഗീകരിക്കുന്നില്ല. നമ്മിൽ എത്ര പേർക്ക് ഈ മേഖലയിൽ യോഗ്യത കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? യേശുമിശിഹാ മറ്റൊരിക്കലൊരു ഉപമയിലൂടെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നീ വഴിപാടർപ്പിക്കുവാൻ യാഗപീഠത്തിനരികിലേക്ക് വരുമ്പോൾ നിൽക്കുക, എന്നിട്ട് അവിടെ നിന്ന് ചിന്തിക്കുക, സഹോദരന് നിന്നോട് വല്ല വിരോധവുമുണ്ടോ? സഹോദരനെന്ന ഇവിടെ അർത്ഥമാക്കുന്നത് അമ്മ പ്രസവിച്ച സഹോദരന് മാത്രമല്ല, വിശ്വാസ സമൂഹത്തിലുള്ള സകല ജനവും നിനക്ക് സഹോദരങ്ങളാണ്. സഭയാകുന്ന ഗർഭപാത്രത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് വിശുദ്ധ മാമോദീസായിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച് എല്ലാവരും സഹോദരരാണ്. ദൈവം സൃഷ്ടിച്ച സഹജീവികളെല്ലാം നമുക്ക് സഹോദരരാണ്. ആർക്കെങ്കിലും എന്നോട് വിരോധമുള്ളതായി എനിക്ക് ഓർമ്മ വന്നാൽ ആ വഴിപാട് അവിടെ കഴിക്കേണ്ട എന്നാണ് കർത്തൃകൽപ്പന. എന്ന് വെച്ചാൽ ആ വഴിപാട് സ്വീകാര്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വഴിപാട് അർപ്പിച്ചിട്ട് കാര്യമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ആ വഴിപാട് അവിടെ വയ്ക്കണം. എന്നിട്ട് മടങ്ങിപ്പോയി ഏത് സഹോദരനാണോ ഏത് സഹജീവിക്കാണോ നിന്നോട് രമ്യതപ്പെടാൻ കഴിയാത്തത്, നീ അവനുമായി രമ്യതപ്പെട്ടു കൊള്ളണം. വിരോധമുള്ളവരോട് നിരന്നുകൊള്ളണം. എന്നിട്ട് വന്ന് നിൻ്റെ വഴിപാട് കഴിക്കണം.
ഇതൊരു തരം കീഴടങ്ങലല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ആളുകളിലുണ്ടാകാം. തോൽക്കാൻ എനിക്ക് തെല്ലും മനസ്സില്ലെന്നൊക്കെ ഉള്ളിലുറപ്പിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളാണ് ഭൂരിപക്ഷം പേരും. ഒരിടത്തും ആരുടെ മുമ്പിലും തലകുനിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണ് നമ്മിൽ ഭൂരിപക്ഷം പേരും. സ്വയത്തെ ഭരിക്കുന്ന ഞാനെന്ന ഭാവം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അഹങ്കാരമാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സമ്പത്ത്. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ വിനയപ്പെടാൻ കഴിയില്ല. സഹജീവിയുടെ മുമ്പിൽ ഒട്ടും കഴിയില്ല. അഹങ്കാരമുള്ള ഒരു മനുഷ്യന് ആത്മാർത്ഥമായി കുമ്പസാരിക്കാൻ കഴിയില്ല. ചിലരൊക്കെ ഭയങ്കര കുമ്പസാരക്കാരാണ്. അവർ ദൈവാലയത്തിൽ പുരോഹിതൻ്റെ അരികിൽ ചെന്ന് നിരന്തരം കുമ്പസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവർ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുന്നില്ല, തങ്ങളെ മുറിവേൽപ്പിച്ചവരോട് ക്ഷമിക്കുന്നില്ല, നിരന്നുകൊള്ളേണ്ടവരോട് നിരന്നുകൊള്ളുന്നില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. കഠിന ഹൃദയം കഠിനമാക്കി തന്നെ വെച്ചുകൊണ്ട് കുമ്പസാരമെന്ന ആ കടമ നിരന്തരം നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് ഒരേ സമയം തന്നെയും ദൈവത്തെയും വഞ്ചിച്ചുകൊണ്ട് അവർ തങ്ങളുടെ വഴിപാടുകൾ അർപ്പിച്ച് സ്വയം തൃപ്തരായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് മനസാക്ഷി കുത്തുകൂടാതെ പറയാൻ കഴിയും, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് വരെ അർപ്പിച്ച സകല വഴിപാടുകളും യാഗങ്ങളും അർഹതയോടെയാണ് അർപ്പിച്ചിട്ടുള്ളതെന്ന്. ഭാര്യയുമായി പിണങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി? ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല എന്ന നിലയിൽ അവരോട് വെറുപ്പ് ഉള്ളിലിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അവരെത്ര വട്ടം ക്ഷമയാചിച്ചടുത്തു വന്നിട്ടും നീ ക്ഷമ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരസ്കരിച്ച് മാറ്റി നിർത്തിയതല്ലാതെ അവരെ കേൾക്കാനോ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ക്ഷമിക്കാനോ സ്വീകരിക്കാനോ മനസ്സ് വന്നിട്ടില്ല. അവരെത്ര വട്ടം മാനസാന്തരപ്പെട്ടടുത്തു വന്നാലും ക്ഷമ ചോദിച്ചാലും ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ്. ഇതിനു മുമ്പ് ഇതുപോലെ പല നാടകങ്ങളും ഞാൻ കണ്ടതാണ്. ഒരു കാരണവശാലും അവൾ ക്ഷമരഹിക്കുന്നില്ല എന്ന നിലപാടെടുക്കുന്ന ഭർത്താവ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കപ്പെടും? അവൻ ദൈവത്തെ വഞ്ചിക്കുകയാണ്. ഇതുപോലെ ചില ഭാര്യമാരുണ്ട്. ഭർത്താവ് എത്ര വട്ടം ക്ഷമ ചോദിച്ചു, ഭർത്താവ് എത്ര വട്ടം കാല് പിടിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും, ഭർത്താവ് ഭാര്യയുടെ കാല് പിടിക്കുകയോ? അച്ഛൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മേൽമീശ വച്ചുകൊണ്ട് നടക്കുന്ന പുരുഷന്മാർക്ക് അവരുടെ ജീവിതത്തിലെ രഹസ്യ കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ മനസ്സുണ്ടാകില്ല. എത്രയോ പുരുഷന്മാർ സ്വന്തം വീട്ടിൽ പങ്കാളിയുടെ മുമ്പിൽ യാതൊരു വിലയുമില്ലാത്തവരായി വെറും നികൃഷ്ട ജന്മങ്ങളെപ്പോലെ അവരുടെ കാൽ കീഴിൽ ചുരുണ്ടുകിടന്ന് അവരുടെ ആജ്ഞാനുവർത്തികളായി അവരുടെ കൽപ്പനകൾ പാലിക്കാൻ രാജസദസ്സിൽ ഭടൻ നിൽക്കുന്നത് പോലെ എറാൻ എറാൻ എന്ന് മൂളിക്കൊണ്ട് നിൽക്കുന്നവരായി. പുറത്തിറങ്ങുമ്പോൾ അവൻ സിംഹമായിരിക്കും, കടുവയായിരിക്കും. പ്രവർത്തിക്കുന്ന ഇടത്തോ പ്രസ്ഥാനത്തിലോ ചെന്നാൽ അവൻ എല്ലാറ്റിൻ്റെയും മുഖ്യ ധാരയിൽ നിന്ന് അട്ടഹസിക്കും. എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കാൻ നോക്കും. വീട്ടിൽ നിന്ന് കിട്ടുന്ന തിക്താനുഭവങ്ങളെല്ലാം നാട്ടിലിടപെടുന്നിടത്ത് ചിലവാക്കാൻ ശ്രമിച്ചേക്കാം. എല്ലാവരെക്കുറിച്ചുമല്ല. ചിലരൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്ന ഭർത്താക്കന്മാരാണ്. രഹസ്യ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ പേറുന്നവർ, പങ്കാളി ഒരുപാട് വേദനിപ്പിക്കുന്നവർ. ചില ഭാര്യമാർ അങ്ങനെ കഠിനമായി അവരുടെ ഭർത്താക്കന്മാരോട് പെരുമാറുന്നു, ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ. അവരുടെ മനസ്സ് പറയുന്നത് അയാൾ ദയ അർഹിക്കുന്നില്ല, അയാൾ എത്ര താണാലും എത്ര ക്ഷമ ചോദിച്ചാലും ആ സ്ത്രീ പറയുന്നത് നീ ക്ഷമ അർഹിക്കുന്നില്ല. ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി അവൾക്ക് ചിരിക്കാൻ മനസ്സില്ല. ഭർത്താവിനോട് അനുകൂലമായോ അനുഭാവപൂർണമായോ പെരുമാറാൻ അവൾക്ക് മനസ്സില്ല. എന്നിട്ട് അവൾ ഭയങ്കരമായ ഭക്തിയുള്ളവളായിട്ട് നടിക്കുകയാണ്. മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭർത്താവിന് പ്രാർത്ഥനാ ജീവിതമില്ല, ഞാൻ ഭയങ്കര പ്രാർത്ഥനാകാരിയാണെന്ന് ഭർത്താവിനെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ അവൾ വൃഥാ ശ്രമിക്കുകയാണ്. ഭർത്താവിനോട് രമ്യതപ്പെടാത്ത ഭാര്യ, ഭർത്താവിനോട് ക്ഷമിക്കാത്ത ഭാര്യ
ഭർത്താവിനെ സഹിക്കാത്ത ഭാര്യ, ഭർത്താവിനോട് സ്നേഹത്തോടെ പെരുമാറാൻ മനസ്സില്ലാത്ത ഭാര്യ, തീർത്ഥാടന കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും മുടങ്ങാതെ ബൈബിളും കെട്ടിപ്പിടിച്ച് കയറിയിറങ്ങിയിട്ട് എന്ത് കാര്യം? ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം, പുറത്തിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ മാത്രമേ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില സഹോദരങ്ങളിങ്ങനെയാണ്. ഒരമ്മ പ്രസവിച്ച മക്കളാണ്, കൂടപ്പിറപ്പുകളാണ്, പക്ഷേ അവർക്ക് തമ്മിൽ യാതൊരു ഐകമത്യവുമില്ല. നാട്ടിൻപുറത്ത് പറയും പോലെ കീരിയും പാമ്പും പോലെയാണ്. അവർ തമ്മിൽ കണ്ടാൽ കടിച്ച് കീറും. പരസ്പരം അറ്റാക്ക് ചെയ്യാൻ അവർക്ക് ഒരു മടിയുമില്ല. അവർ പല കാരണങ്ങൾ കൊണ്ട് തമ്മിൽ തല്ലി പിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും ഭയങ്കര പ്രാർത്ഥനക്കാരായി നടക്കുകയാണ്. ചില സഹോദരങ്ങൾ 2 സഭകളിൽ ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ശരിയായ പ്രാർത്ഥന. ചില സഹോദരങ്ങൾ ഒരേ സഭയിലാണ്, പക്ഷേ എൻ്റെ പ്രാർത്ഥനയാണ് കുറേ കൂടെ ദൈവത്തിന് ഇഷ്ടമെന്ന ചിന്തയിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയിൽ സ്വയം നീതീകരിക്കാൻ വേണ്ടി മത്സരിച്ച് പ്രാർത്ഥിക്കുന്നവരും മത്സരിച്ച് വഴിപാട് കഴിക്കുന്നവരുമായ സഹോദരങ്ങളെയും കണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട്. ചില സഹോദരങ്ങളങ്ങ് മത്സരിക്കുകയാണ്. പള്ളിക്ക് കൊടുക്കുന്ന കാര്യത്തിൽ മത്സരം, പെരുന്നാളുകൾ കഴിക്കുന്ന കാര്യത്തിൽ മത്സരം, വഴിപാടുകൾ കഴിക്കുന്ന കാര്യത്തിൽ മത്സരം, അവരെക്കാൾ നന്നായി ഞാനാണത് ചെയ്തത് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ വേണ്ടിയാണത് ചെയ്യുന്നത്. എന്നിട്ട് മറ്റേയാളുടെ നടത്തിപ്പുകളെക്കുറിച്ചൊക്കെ കുറ്റം കണ്ടുപിടിച്ചത് പ്രഘോഷിക്കും. ഭക്തരാണെന്നാണ് നാട്യം. എന്ത് പ്രാർത്ഥന! ആ പ്രാർത്ഥനയ്ക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ അർത്ഥം? അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം? ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം, പുറത്തിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് അനേകം പേര് നിരന്തരവും ഇടതടവില്ലാതെയും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുകയോ എന്തെങ്കിലും ഉത്തരം ലഭിക്കുകയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? ഇപ്രകാരമുള്ള മനോഭാവം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എത്രയോ പേരുടെ കയ്പും വെറുപ്പും മുറിവുകളും ഉണക്കാതെയാണ് പ്രാർത്ഥിക്കുന്നത്. എത്രയോ പേരുടെ സങ്കടം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സങ്കടത്തിന് കാരണഭൂതരായവരാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം എങ്ങനെയാണ് ഉത്തരം കൊടുക്കുക? എങ്ങനെയാണ് ദൈവസന്നിധിയിൽ മറുപടി കിട്ടുക? പ്രിയപ്പെട്ടവരെ, കൊള്ളപ്പലിശ വാങ്ങി അനേകം കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഒരു മനുഷ്യൻ, യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെയാണ് അയാൾ പലിശ പിരിച്ചു കൊണ്ടിരുന്നത്. കൊടുത്ത മുതലിൻ്റെ എത്രയോ മടങ്ങ് വാങ്ങിക്കൂട്ടിയിട്ടും മതിവരാതെ വേട്ടപ്പട്ടിയെപ്പോലെ തന്നിൽ നിന്ന് വായ്പ വാങ്ങിയവരെ വേട്ടയാടിയ ഒരു മനുഷ്യനാണ് അയാൾ. എന്നിട്ട് അയാൾ സ്വയം നീതീകരിച്ച് നടന്നു. അയാളുടെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി പള്ളിക്ക് വലിയ സംഭാവനകളൊക്കെ കൊടുക്കും. പല കാര്യങ്ങളും പൊതുപ്രസ്ഥാനങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ ദൈവസന്നിധിയിൽ അത് സ്വീകാര്യമാകില്ലല്ലോ. ഒടുവിലൊരു നാൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയ ആ മനുഷ്യന് ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ ഒരു മാരകമായ രോഗം വന്നു. ഈ മാരകമായ രോഗം വന്നപ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ ഒരു സാധ്യതകൾ പോലും അയാൾക്ക് സഹായകമായി വന്നില്ല. മെഡിക്കൽ സയൻസ് അയാളോട് പറഞ്ഞത്, ഞങ്ങളുടെ ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളിലൊന്നും താങ്കൾക്ക് ചികിത്സയില്ല, താങ്കളുടെ രോഗം അത്രത്തോളം ഭയാനകമാണ്, പെട്ടെന്നൊന്നും താങ്കൾ മരിച്ചു പോകില്ല, പക്ഷെ ജീവിതകാലം മുഴുവനും വർണ്ണിക്കാനാകാത്ത വേദനകൾ തിന്ന് ഇഞ്ചിഞ്ചായി നീറി പിടയണം. പെട്ടെന്നങ്ങ് തീർന്നു കിട്ടിയാൽ ഒരുവിധം ആളുകൾക്കൊക്കെ പ്രയാസം തീരും. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന അവസ്ഥയിൽ വളരെ നാളുകളോളം ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയവ്യഥ എത്ര വലുതായിരിക്കും. അപ്രകാരം ഒരു അതിവേദനയിൽപ്പെട്ട് ഈ മനുഷ്യൻ ഉഴറുകയാണ്. അന്നൊരിക്കൽ അയാൾ ഒരു പുരോഹിതനോട് പൊട്ടിക്കരഞ്ഞു, ഞാൻ ഒരുപാട് ആളുകളെ കബളിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിട്ടുണ്ട്, ഒരുപാട് പേരുടെ സ്വത്ത് കൊള്ളയിട്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സമ്പാദിച്ച സ്വത്ത് മുഴുവനും പകരം വയ്ക്കാമെന്ന് പറഞ്ഞിട്ടും എൻ്റെ രോഗത്തിന് ചികിത്സയില്ല.
ഇന്നെനിക്ക് മനസ്സിലാകുന്നു ഞാൻ ചെയ്തത് വലിയ പാതകമാണെന്ന്. അന്നവർ കാല് പിടിച്ച് കരഞ്ഞിട്ടും ഞാൻ വകവച്ചില്ല. ക്ഷമ യാചിച്ചിട്ടും ഞാനത് അംഗീകരിച്ചില്ല. അവരെന്നോട് എത്രത്തോളം പദം പറഞ്ഞ് കരഞ്ഞിട്ടും ഞാൻ മനസ്സലിഞ്ഞില്ല. ബലാത്കാരമായി അവരുടെ ഭൂമിയും സ്വത്തും വീടും ഞാൻ പിടിച്ചെടുത്തു. ഒരളവിൽ പറഞ്ഞാൽ ചുരുങ്ങിയ നാൾ കൊണ്ട് ഞാൻ കോടീശ്വരനായി. പക്ഷെ ഇന്ന് ആരുമില്ലാത്തവനായി, ഒന്നുമില്ലാത്തവനായി, ആർക്കും സഹായിക്കാൻ കഴിയാത്തവനായി, തികച്ചും നിസ്സഹായനായി ഞാൻ ഈ രോഗശൈലിയിൽ പിടയുകയാണ്. എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുന്നില്ല. ആ പുരോഹിതൻ ആ മനുഷ്യനോട് പറഞ്ഞു, താങ്കളൊരു കാര്യം ചെയ്യണം. താങ്കളുടെ ഈ ഭീമാകാരമായ സ്വത്ത് പാതി നല്ല വിലയ്ക്ക് വിൽക്കണം. ചികിത്സിക്കാനല്ല. താങ്കളുടെ മനസ്സിൽ കുറേ ഓർമ്മകളുണ്ടല്ലോ. താങ്കൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളവരെ, ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തിട്ടുള്ളവരെ വിളിക്കണം. എന്നിട്ട് ആ പണം അവർക്ക് അവരുടെ അർഹതയ്ക്കനുസരിച്ച് പകുത്തു കൊടുക്കണം. എന്നിട്ട് അവരുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. സ്വാഭാവികമായും അവർ താങ്കളോട് ക്ഷമിക്കുകയും താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തേക്കാം. അപ്പോൾ ഈ രോഗത്തിന്മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടമുണ്ടാകും. ആ മനുഷ്യനത് ആദ്യ കേൾവിയിൽ ഉൾക്കൊള്ളാനായില്ല. ആ മനുഷ്യൻ ചോദിച്ചു, അച്ഛാ, ഈ സമ്പത്ത് മുഴുവനും എനിക്ക് കൈവിട്ട് പോകേണ്ടി വരില്ലേ? അപ്പോൾ അച്ഛന് ചിരിക്കണമെന്നാണ് തോന്നിയത്. എങ്കിലും അച്ഛൻ ആ മനുഷ്യനോട് ചോദിച്ചു, സുഹൃത്തെ, താങ്കളുടെ പ്രാണനേക്കാളും താങ്കളുടെ ഈ ലോക ജീവിതത്തിൻ്റെ സ്വസ്ഥതയേക്കാളും വലുതാണ് താങ്കൾക്ക് പണം. എങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല, അനുഭവിച്ചു തീർക്കുക എന്ന് പറഞ്ഞ് തെല്ല് ദാക്ഷിണ്യമില്ലാതെ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ അയാൾക്ക് വീണ്ടും വിചാരമുണ്ടായി. അയാൾ പറഞ്ഞു, അച്ഛാ, ഞാൻ അതുപോലെ ചെയ്യാം, എന്നാൽ വേഗത്തിലാകട്ടെ. ആ മനുഷ്യൻ അങ്ങനെ ക്രമീകരണങ്ങൾ ചെയ്തു. അളന്നെടുക്കാനാകാത്ത സ്വത്തിൻ്റെ പാതി വിറ്റു. ഭീമാകാരമായ പണം കയ്യിൽ വന്നപ്പോൾ ഓരോരുത്തർക്ക് ആളയച്ചു. അയാൾ മുഖാന്തിരം ഒരുപാട് കരഞ്ഞവർ, കിടപ്പാടം നഷ്ടപ്പെട്ടവർ, വഴിയാധാരമായി പോയവർ, ജീവിത പങ്കാളി ഈ മനുഷ്യൻ മുഖാന്തിരം സൂയിസൈഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് അനാഥരും വിധവകളുമാക്കപ്പെട്ടവർ, സങ്കടക്കടലിൽ ആണ്ടുപോയവർ, അവർ വന്നപ്പോൾ അവർക്ക് അർഹതപ്പെട്ടത് അത്രയോ അതിലല്പം താഴെയോ ഒക്കെ പണം കൈമാറിക്കൊണ്ട് അവരുടെ കാൽക്കൽ വീണ ആ മനുഷ്യൻ മാപ്പ് ചോദിച്ചു. എനിക്ക് തെറ്റിപ്പോയി, തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയി. ഇപ്പോൾ എനിക്കറിയാം, ഞാനിത് ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇനി എനിക്കത് ചെയ്യാനാകില്ല. ഈ ലോകത്തിലും ആ ലോകത്തിലും എനിക്ക് സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും കഠിനഹൃദയനായൊരു മനുഷ്യൻ ഇത്രയും താഴേക്കിറങ്ങി സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ ഈ കണ്ടു നിന്ന ആളുകളുടെ കണ്ണ് നിറഞ്ഞു. ഇയാൾ കൊടുത്ത പണം സ്വീകരിച്ചിട്ട് അവർ പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ട, നിശ്ചയമായും താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ പ്രക്രിയ ഇയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഈ ആളുകൾ നിരന്തരം അയാളെ സന്ദർശിക്കാനും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അയാളാൽ തകർക്കപ്പെട്ട ജീവിതങ്ങളെല്ലാം അയാൾ മുഖാന്തിരം തന്നെ പണിയപ്പെടുന്നത് കണ്ടപ്പോൾ അനേകർക്ക് അയാളോടുള്ള മനോഭാവത്തിൽ മാറ്റമുണ്ടായി. ഒരുപാട് പേർ അയാളുടെ ചുറ്റും നിന്ന് അയാളോട് സ്നേഹം പ്രകടിപ്പിച്ചു. വെറുപ്പോടെ അല്ലാതെ അയാളെ കണ്ടിട്ടില്ലാത്തവർ സ്നേഹത്തോടെ കാണാനും സംസാരിക്കാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പതുക്കെ പതുക്കെ അയാൾ പോലും അറിയാതെ അയാളുടെ രോഗത്തിന് ശമനം വരികയായിരുന്നു. ലോകത്തുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു ഡോസ് ഗുളിക പോലും അയാൾക്ക് വേണ്ടി വന്നില്ല. അത്ഭുതകരമായി അയാൾ സുഖപ്പെടുകയായിരുന്നു. പിന്നെ തൻ്റെ രോഗം മാറിയതറിഞ്ഞ ആ മനുഷ്യൻ തൻ്റെ സ്വത്ത് മുഴുവനും വിറ്റ് പാവങ്ങൾക്ക് പകുത്തു കൊടുക്കാനുള്ള ആ തീരുമാനത്തിലേക്കാണ് പിന്നീട് മാറിയത്. എന്നിട്ട് അയാൾ ഒരു സമൂഹ സേവകനായി മാറി, മറ്റുള്ളവരുടെ ശുശ്രൂഷകനായി മാറി. സത്യത്തിൽ ഇയാളുടെ രോഗത്തിൻ്റെ മേലും ഇയാളുടെ നിലപാട് മാറ്റത്തിൻ്റെ പിന്നിലുമൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെന്ന് പറയാതിരിക്കാനാകുമോ? അത് സത്യത്തിൽ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നില്ലേ അയാളുടെ ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത അതിവേദന കൊടുക്കുന്ന രോഗം?
അപ്പോൾ ദൈവം ആ മനുഷ്യനെ ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടല്ലേ അപ്രകാരം ഒരു ഇടപെടലുണ്ടായത്. എപ്രകാരം കർത്താവ് സ്നേഹിച്ചപ്പോഴല്ലേ സക്കായിയുടെ മനോഭാവത്തിൽ മാറ്റം വന്നത്. അന്യായമായി കൊയ്തെടുത്ത കോടാനുകോടികളുടെ സ്വത്ത് മുഴുവനും വിറ്റ് ദരിദ്രർക്ക് ദാനം കൊടുപ്പാൻ ആ മനുഷ്യന് മനസ്സായത് അതുകൊണ്ടല്ലേ. അപ്രകാരം ആ മനുഷ്യൻ ചെയ്തതുകൊണ്ട് അയാൾ രക്ഷ പ്രാപിച്ചു. അവൻ അബ്രഹാമിൻ്റെ സന്തതി എന്ന ഒരു ഭാഗ്യം അവന് ലഭിച്ചില്ലേ. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്നു, നിരന്തരമായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. മുട്ടിൽ നിന്നും എഴുന്നേറ്റ് നിന്നും കമിഴ്ന്നു കിടന്നും കണ്ണുനീരൊഴുക്കിയും പ്രാർത്ഥിക്കുന്നു. പക്ഷേ നിരപ്പിൻ്റെ അനുഭവത്തിലാണോ പ്രാർത്ഥിക്കുന്നത്? കടക്കാരോട് ക്ഷമിച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? വേദനിപ്പിച്ചവരോട് പുറത്തിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടെത്തപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യമാകില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കില്ല. പ്രാർത്ഥിക്കും മുമ്പ് നിരപ്പിൻ്റെ അനുഭവത്തിലെത്തണം. പ്രാർത്ഥിക്കും മുമ്പ് ക്ഷമ ചോദിക്കാനുള്ള മനസ്സുണ്ടാകണം. പ്രാർത്ഥിക്കും മുമ്പ് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം. പ്രാർത്ഥിക്കും മുമ്പ് കടം വീട്ടാനുള്ള മനസ്സുണ്ടാകണം. പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമ്പോൾ ഞാൻ മുഖാന്തരം കരയാനിടയായവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ മനസ്സുണ്ടാകണം. ഇപ്രകാരമുള്ള ദൃഢനിശ്ചയവും തീരുമാനവും സമർപ്പണവും എന്നിലുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഉത്തരമുണ്ട്. യാതൊരു തർക്കവുമില്ല, ഉത്തരമുണ്ട്. നമ്മിലനേകർ ഇന്നും എല്ലാ ദിവസവും പലവട്ടം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, അതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് യേശു പഠിപ്പിച്ചു വെച്ച വരികളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പലരും ക്ഷമിക്കാതെയും ക്ഷമ പ്രാപിക്കാതെയും അധരജൽപ്പനങ്ങളാൽ വ്യായാമം ചെയ്ത് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു പ്രയോജനവും കിട്ടുന്നില്ല, ഒരു പ്രയോജനവും കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, അരി പൊടിക്കുന്ന മില്ലിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കറങ്ങുന്ന മോട്ടോറും ഈ അരി പൊടിക്കുന്ന മെഷീനും തമ്മിലൊരു ബെൽറ്റ് കൊണ്ട് ബന്ധിപ്പിക്കണം. ആ ബെൽറ്റ് കൊണ്ട് ബന്ധിപ്പിച്ചിട്ട് മോട്ടോർ ഓൺ ചെയ്താൽ മോട്ടോർ കറങ്ങുമ്പോൾ തന്നെ അരി പൊടിക്കുന്ന മെഷീനും കറങ്ങും. അതിനകത്തിടുന്ന അരി, അതിലിട്ട് കൊടുത്തിരിക്കുന്ന അരിപ്പയുടെ കപ്പാസിറ്റി അനുസരിച്ച് തരി കൂടിയോ തരി കുറഞ്ഞോ പൊടിഞ്ഞ് പുറത്തു വരും. എന്നാൽ ആ ബെൽറ്റ് ഈ മെഷീനിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മോട്ടർ അവിടെ കിടന്ന് ഓടിക്കൊണ്ടേയിരിക്കും. ഹള്ളറിലിട്ട അരി അവിടെ തന്നെ കിടക്കും. ഒരു മണി അരി പോലും പൊടിഞ്ഞു കിട്ടില്ല, നിശ്ചയമായിട്ട് പൊടിഞ്ഞു കിട്ടില്ല. ഈ കണക്ഷനില്ല എങ്കിൽ ഒരിക്കലും അവിടെ ഒരു പ്രവൃത്തി സാധ്യമാകില്ല. ദൈവസന്നിധിയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്ഷമയുടെ മനോഹരമായ ബെൽറ്റ് കൊണ്ട് നാം പ്രാർത്ഥനയിൽ ദൈവവുമായി നമ്മെ തന്നെ ബന്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല, അതിന് ഉത്തരം കിട്ടുന്നുമില്ല. അപ്പോൾ ഈ ക്ഷമയുടെ ചരട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇന്ന് ജീവിതത്തിൽ ഉറപ്പ് വരുത്തിക്കൊള്ളണം. താഴാൻ മനസ്സുണ്ടാകണം, ചെറുതാകാൻ മനസ്സുണ്ടാകണം, ക്ഷമ ചോദിക്കാൻ മനസ്സുണ്ടാകണം, മാപ്പ് കൊടുക്കാൻ മനസ്സുണ്ടാകണം. താഴാൻ മനസ്സുള്ളവർക്ക് ഉത്തരം കിട്ടും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല കർത്താവേ, ഭാഗ്യകരമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചേർത്ത് ചാരത്തിരുത്തിയിട്ട് വളരെ വ്യക്തതയോടെ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. എപ്രകാരമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്? ക്ഷമിച്ചിട്ടും ക്ഷമ കൊടുത്തിട്ടും ക്ഷമ ചോദിച്ചിട്ടും നിരപ്പ് പ്രാപിച്ചിട്ടും പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. കർത്താവേ, ഞങ്ങളിത് കേട്ടിട്ട് അപ്രകാരമൊരു പ്രാർത്ഥനാശീലം ഞങ്ങളിലുണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി ഞങ്ങൾ രൂപപ്പെടണം, രൂപാന്തരപ്പെടണം. അതിന് ഇന്നേ ദിവസത്തെ തിരുസന്നിധിയിലുള്ള ഇരിപ്പും വചന കേൾവിയും മുഖാന്തരമാക്കണം.
ഞങ്ങളുടെ പ്രാർത്ഥന തിരുമുമ്പിൽ സ്വീകാര്യ യോഗ്യമാകണം. യോഗ്യത പ്രാപിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ഏതറ്റം വരെ താഴുവാനും ഞങ്ങൾക്ക് മനസ്സ് തരണം. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. നല്ല ദൈവമേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Beshmani